ഹലോ ഗൈസ്, വെൽക്കം ടു ആർക്കേഷൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മാർവൽ DC ഹോളിവുഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വീഡിയോട്ട് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ മാർവൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ കാങ് ആക്ടർ ജോണത്തൻ മേജേഴ്സ് അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. കൂടാതെ എന്താ പറയുക, നമ്മുടെ മാർവൽ തന്നെ പുള്ളിയെ ഈ ഒരു കാങ് റോളിന് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി വന്ന് ജോണത്തൻ മേജേഴ്സ് കാങ് ആയിട്ട് അഭിനയിക്കില്ല, അത് കൺഫേം ആണ്. അപ്പോൾ ഇനി കാങ്ങിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് ഇവിടെ ഒരു വലിയൊരു ചോദ്യമായിട്ടാണ് ഉള്ളത്. സോ നമ്മുടെ ചാനലിൽ തന്നെ ആൾറെഡി ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ടൈമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. സോ അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം അവഞ്ചേഴ്സ് 5 അതായത് കാങ് ഡൈനാസ്റ്റിയുടെ ടൈറ്റിൽ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. സോ അതെന്താണെന്ന് അറിഞ്ഞൂടാ. സോ അത് വന്ന് ഈ ഒരു സീക്രട്ട് വാർസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് സീക്രട്ട് വാർസ് തന്നെ 2 പാർട്ടാക്കും എന്നാണ് പറയുന്നത്. അവഞ്ചേഴ്സ് 5 വന്ന് സീക്രട്ട് വാർസ് പാർട്ട് 1 ആവും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ വന്ന് നമ്മുടെ സ്പൈഡർമാൻ 4മായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്പൈഡർമാൻ 4ൻ്റെ ഒരു ഫിലിമിംഗ് ഒക്കെ 2025 തന്നെ സ്റ്റാർട്ടാവും എന്നാണ് പറയുന്നത്. കുറച്ച് ലേറ്റാണ്, ബട്ട് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ വന്ന് നമ്മുടെ ആൻറ്റ്മാൻ വന്ന് ഈ ഒരു സ്പൈഡർമാൻ 4 വരുമെന്നാണ് പറയുന്നത്. ആൾറെഡി നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഡാഡ് ഡെവിലും ഉണ്ടാകും, ബട്ട് ഡാഡ് ഡെവിന് സ്ക്രീൻ ടൈം കുറവായിരിക്കും. ആൻറ്റ്മാനായിരിക്കും അധികം ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. സോ അത് മാത്രമല്ല ആദ്യം വന്ന് ഈ ഒരു സ്പൈഡർമാൻ 4 വന്ന് ഇവർ വന്നൊരു ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള മൂവി ആയിട്ടാണ് പ്ലാൻ ചെയ്തത്. ബട്ട് ഇപ്പം വന്ന് ഇതൊരു മൾട്ടിവേഴ്സൽ മൂവി ആയിരിക്കും എന്നാണ് പറയുന്നത്. സീക്രട്ട് വാർസിന് ഒരു ലീഡ് ഉണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ ഈ ഒരു സ്പൈഡർമാൻ 4 വന്ന് ഒരു സിവിൽ വാർ സ്റ്റാർട്ട് ആവുമെന്നാണ് പറയുന്നത്. അത് മീൻസ് സിവിൽ വാർ 2 പോലെ നടക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു സ്ട്രീറ്റ് ലെവൽ ഹീറോസുമായി ബന്ധപ്പെട്ടൊരു സിവിൽ വാർ എന്നാണ് പറയുന്നത്. സോ ഈ ഒരു അസാസിൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫൈറ്റ് എടുക്കും. അങ്ങനെയാണ് ഈ ഒരു സിവിൽ വാർ സ്റ്റാർട്ട് ആവുമെന്നാണ് പറയുന്നത്. സോ സ്പൈഡർമാൻ വന്ന് ഈ ഒരു സ്ട്രീറ്റ് ലെവൽ ഹീറോസിൻ്റെ ഒരു ലീഡർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ആൻറ്റ്മാൻ, ഡാഡ് ഡെവിൽ ഇവർക്കൊക്കെ ഒരു ലീഡർ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ എക്സ്മെൻ ടീം ഉടനെ MCUയിൽ വരുമെന്നാണ് പറയുന്നത്. അതായത് മ്യൂട്ടൻസ് ഫേസ് 6 ഇവർ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ വന്ന് നമ്മുടെ സീക്രട്ട് വാർസിന് മുമ്പ് തന്നെ ചിലപ്പം ഈ ഒരു എക്സ്മെൻ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ ചാൻസസ് അധികമാണ്. ആൾറെഡി നമ്മൾ ദി മാർവൽസിൻ്റെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിലാണെങ്കിൽ മ്യൂട്ടൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഉടൻ തന്നെ മ്യൂട്ടൻസ് MCUയിൽ വരുമെന്നാണ് തോന്നുന്നത്. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ വിൻ ഡീസലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ചെറിയ കേസ് വന്നിട്ടുണ്ട്. സോ വിൻ ഡീസലാണ് നമ്മുടെ മാർവലിൽ ഗ്രൂട്ടിന് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഐ ആം ഗ്രൂട്ട് എന്ന വോയിസ്. അപ്പം വിൻ ഡീസലിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കേസ് വന്നിട്ടുണ്ട്. സോ ഇത് 10 വർഷം മുമ്പേ ഉള്ള ഒരു കേസാണ്. സോ അതിൻ്റെ ആ ഒരു ഇത് ഇപ്പോഴാണ് സ്റ്റാർട്ടായത്. സോ ഇപ്പോഴാണ് ആ കേസ് ഇപ്പം എന്താ പറയുക വീണ്ടും റീസ്റ്റാർട്ട് ആയിരിക്കുകയാണ്. സോ അപ്പോൾ ഇനി എന്താവുന്ന ഒരു ഐഡിയയിൽ എനിക്ക് തോന്നി കേസ് വലിയ പ്രശ്നമാവില്ലെന്നാണ് തോന്നുന്നത്. ബട്ട് പറയാൻ പറ്റില്ല. സോ മാർവലിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ജോണത്തൻ മേജേഴ്സ്, ഇപ്പം വന്ന് വിൻ ഡീസൽ. സോ എന്താണെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ മാർവൽ സൈഡിലുള്ള അപ്ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ DC സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ DCEU ഇപ്പോൾ ഒഫീഷ്യലായിട്ട് എൻഡ് ആയിരിക്കുകയാണ്. നമ്മുടെ അക്വാമൻ 2 DCEU എൻഡ് ആയിരിക്കുകയാണ്. അപ്പം അക്വാമൻ 2 മൂവി വന്ന് ഞാൻ കണ്ടു, ബട്ട് ഒരു ആവറേജ് മൂവിയാണ്. ഭയങ്കര സൂപ്പറൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ അക്വാമൻ 1 അളവിനൊന്നും ഇല്ല. ബട്ട് ആൾമോസ്റ്റ് ഒരു ഫൺ മൂവിയാണ്. കുട്ടികൾക്കൊക്കെ ഈ പടം നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. സോ അതല്ലാതെ പടത്തിൽ വലുതായിട്ടൊന്നുമില്ല. ഈവൻ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ ഭയങ്കര ഷോക്കായിപ്പോയി. അത് പോസ്റ്റ് ക്രെഡിറ്റിന് പറയാൻ പറ്റില്ല, മിഡ് ക്രെഡിറ്റ് പോലെ അതേനെ ഷോക്കായിപ്പോയി. അതായത് ലാസ്റ്റത്തെ മൂവിയാണ് DCUയിൽ. എന്നിട്ട് അവന്മാർ ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ട് വെച്ചത് കുറച്ച് ഷോക്കായിപ്പോയി എന്നേ പറയാൻ പറ്റും. വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നതെന്ന് തോന്നിയത്. സോ ഇപ്പോൾ വന്ന അക്വാമൻ 2ൻ്റെ ആ ഒരു ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ ഒരുവിധം നന്നായിട്ടാണ് പോകുന്നത്. ഓക്കെ, മറ്റുള്ള മൂവീസുമായിട്ട് കമ്പയർ ചെയ്താൽ നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ മേ ബി അക്വാമൻ 2 വന്നൊരു ഹിറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ DCUയിലാണെങ്കിൽ ഇപ്പോൾ പുതിയ ബാറ്റ്മാനെ തേടിക്കൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. സോ ഒരു 30 to 35 ഏജുള്ള ഒരാളെയാണ് തേടിക്കൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. അതായത് DCUയുടെ പുതിയ ബാറ്റ്മാനായിട്ട്. സോ ആലൻ റിച്ച്മാൻ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് പുള്ളിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ എന്താണെന്ന് അറിഞ്ഞൂടെ. സോ പുള്ളി വന്ന് സൂപ്പറാണ്. അതായത് പുള്ളിയുടെ ബോഡിയൊക്കെ പൊളിയാൻ നമ്മുടെ ബാറ്റ്മാനെ പോലെയൊക്കെ ഇരിക്കും. ഭയങ്കര ബൾഫാണ്. ഈവൻ ഒരു പീക്ക് ഹ്യൂമൻ പോലെയൊക്കെ ഇരിക്കും. ബട്ട് ആക്ടിംഗ് ഒക്കെ കൊണ്ട് സെറ്റാവുമെന്ന് എനിക്കറിഞ്ഞൂടെ. സോ എന്താണെന്നൊരു ഐഡിയ ഇല്ല. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആരാണ് DCUയിൽ പുതിയ ബാറ്റ്മാനായിട്ട് അഭിനയിച്ച കൊള്ളാൻ നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. പിന്നെ വന്ന് നമ്മുടെ WBയും പാരമൗണ്ടും മെർജ് ആവാൻ പോവുകയാണെന്നാണ് പറയുന്നത്. സോ ഇത് കേട്ടപ്പോൾ എനിക്ക് എന്താ പറയുക ഷോക്കായി. അതായത് പാരമൗണ്ടിന് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. WBയുടെ അടുത്താണ് മെർജ് ആവാൻ പോകുന്നത്. സോ അവന്മാർ കൊന്ന് കൊല വിളിക്കുന്നതാണ് തോന്നുന്നത്. സോ WB അതായത് അവരുടെ അടുത്തൊക്കെ പോയി മെർജ് ആവാനേക്കാളും നല്ലത് സൂയിസൈഡ് ചെയ്യുന്നതിന്. സോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. സോ നമുക്ക് നോക്കാം പാരമൗണ്ടിൻ്റെ കാര്യം എന്താവുമെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒന്ന് ഹോളിവുഡ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ സാക് സ്നൈഡറിൻ്റെ റെബൽ മൂൺ മൂവി റിലീസായിട്ടുണ്ടായിരുന്നു. സോ പടം വന്നൊരു ആവറേജ് ആണ്. അതായത് വിഷ്വൽസും മ്യൂസിക്കും VFX ഒക്കെ കൊള്ളായിരുന്നു. സോ കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളായിരുന്നു മൂവി. ബട്ട് സ്റ്റോറി വെച്ച് നോക്കിയാലും ക്യാരക്ടേഴ്സ് വെച്ചൊക്കെ നോക്കിയാലും
ഭയങ്കര വീക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രതീക്ഷിച്ച ലെവലിലൊന്നും പടമില്ലായിരുന്നു. അപ്പോൾ ഒരു മൂവിയുടെ ഒരു ഡയറക്ടേഴ്സ് കട്ട് ഇപ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത്, ഒരു R-rated കട്ട്. അത് ഉടനെ റിലീസാക്കുമെന്നാണ് പറയുന്നത്. സോ എന്നാൽ പിന്നെ ഇവന്മാർക്ക് ആദ്യമേ അത് വിട്ടുകൂടെ, എന്നെ പിന്നെ എന്തിനാണ് ഇത് വിട്ടതെന്ന് ചോദിക്കും പോലെയാണ് ഉള്ളത്. സോ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മാർവൽ DC ഹോളിവുഡുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏത് അപ്ഡേറ്റ് കേട്ടപ്പോഴാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതിന് മറക്കാതെ കമൻറ്റിൽ നിന്ന് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് തന്നെ കാണിക്കും, മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.